ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് എന്ത് മാറ്റമാണ് വന്നത്? പാസ്റ്റിൽ അവരുടെ സ്വഭാവം എന്തായിരുന്നു നിങ്ങളോട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനോട്? ഇപ്പോഴവരുടെ സ്വഭാവത്തിൽ വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് നോക്കാം. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. പാസ്റ്റിൽ എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ സ്വഭാവം എന്തായിരുന്നു? എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി. ചാരിയറ്റ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് ചാരിയറ്റിൻ്റെ കാർഡാണ്. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ടവറിൻ്റെ എനർജിയാണ്. ഒരു വലിയ മാനസിക ദുരന്തത്തിൽ നിന്നും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ള വ്യക്തിയായിരിക്കാം. ഒരുപാട് ഡിപ്രഷനിലും വിഷമത്തിലൊക്കെ ആയിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. അത് അങ്ങോട്ടുമാകാം ഇങ്ങോട്ടുമാകാം. ഓക്കെ, ഒരു ആശ്വാസമായി, ഒരു സമാധാനമായിട്ട് നിങ്ങൾക്ക് ചെന്ന് ചേരാൻ പറ്റിയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, എത്രയും വളരെ സ്പീഡിനായിരിക്കും ഈ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിരുന്നത്. ഓക്കെ, പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് അവരിൽ നിന്നും ഒരു വിധത്തിലും വിട്ടുമാറി പോകുവാൻ സാധിക്കാത്ത വണ്ണം സ്റ്റക്കായി പോയിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എംപ്രസിൻ്റെ കാർഡാണ്. ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ അത്രത്തോളം കെയറിങ് ഉണ്ടായിരുന്നു. ഒരു മദർ എങ്ങനെയാണോ, ഒരു അമ്മ ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ എന്ത് ത്യാഗവും സഹിച്ച് നിങ്ങൾ അവരെ നോക്കിയിരുന്നതായിട്ട് കാണുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചിരുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി മാറി വരാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ചാരിയറ്റിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? ഓക്കെ, സ്റ്റക്കായി പോയിരുന്ന ജീവിതയാത്രയിൽ, അത് സാമ്പത്തികമാകാം, റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം, അവരുടെ ജീവിതത്തിൽ വലിയൊരു സ്റ്റക്നെസ് വന്ന സമയത്ത് നിങ്ങൾ അവരെ സഹായിച്ചതായി കാണുന്നു. നിങ്ങളുടെ എനർജി കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് കാരണം അവരുടെ ജീവിതത്തിലേക്ക് ഒരു സ്ട്രോങ് ആയിട്ട് ഒരു മോട്ടിവേഷനോടുകൂടി അവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചതായി കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷവും അവർ ഏറ്റവും വിലപ്പെട്ടതായി തന്നെയാണ് കണ്ടിരുന്നത്. ഓക്കെ, നല്ല പെട്ടെന്നാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് വന്നിരുന്നത്. എന്തിനും ഏതിനും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ റിലേഷൻഷിപ്പ് ഒരിക്കലും തകർന്നു പോകില്ല എന്നുള്ള ഒരു വിശ്വാസം, അടിയുറച്ച ഒരു വിശ്വാസം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായതായി കാണുന്നുണ്ട്. ഓക്കെ, 6 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ഒരുപാട് ഭാരങ്ങൾ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചുവന്നതായി കാണുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ സഹിച്ചതായിട്ടുള്ള പല ദുഃഖങ്ങളും നിങ്ങളും കൂടി പങ്കിട്ടെടുത്തതായിട്ടുള്ള ഒരു എനർജി. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സമാധാനിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഹാങ്ഡ് മാൻ വന്നിരിക്കുന്നത്? ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പെട്ടെന്നുണ്ടായ ആ ഗ്രോത്ത് കാരണം ഒരിക്കലും അവർക്ക് നിങ്ങളിൽ നിന്നും അകന്നു പോകുവാൻ പറ്റാത്തവണ്ണം നിങ്ങൾ മാനസികമായി റിലേഷൻഷിപ്പ് ഒന്നായി പോയതുകൊണ്ട് ഒരിക്കലും നിങ്ങളിൽ നിന്ന് വിട്ടുമാറുക, ചിലപ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം, എങ്കിൽ പോലും നിങ്ങളിൽ നിന്നും വിട്ടുമാറി പോകുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് എംപ്രസിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, പ്രതിഫലം ഒന്നും ആഗ്രഹിക്കാതെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നിരുന്നതായി കാണുന്നുണ്ട്. അന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, തിരിച്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊന്നും ആഗ്രഹിക്കാതെ നിങ്ങൾ ചെയ്തതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ടവറിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങളുടെ ജീവിതയാത്ര എന്ന് പറയുന്നത് ഒന്നിൻ്റെ തകർച്ചയിൽ നിന്നും ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തകർന്നിരിക്കുന്ന ഒരു സമയത്താണ് അവരുടെ ഒരു എൻട്രി വന്നിരിക്കുന്നത്, ഒരു ന്യൂ ബിഗിനിങ് വന്നിരുന്നത് ഒരു തകർച്ചയിൽ നിന്നും കൈപിടിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അത്രത്തോളം വിലപ്പെട്ടതായിരുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, മാറ്റം എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മാറ്റമാണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണിൽ വന്നിരിക്കുന്നത്? ഓക്കെ, 3 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഹൃദയത്തെ തകർത്ത ഒരു സ്വഭാവത്തിലേക്ക് അവർ മാറിപ്പോയി. അത് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. നിങ്ങളെ അന്ധകാരത്തിലേക്ക് തള്ളിയിടുവാൻ അവർക്ക് യാതൊരു മടിയും ഇല്ലായിരുന്നതായി കാണുന്നു. നിങ്ങളുടെ കണ്ണുനീരോ നിലവിളിയോ ഒന്നും കേൾക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് വേദനിച്ചാൽ അറിയുന്ന വ്യക്തി പിന്നീട് നിങ്ങളുടെ നിലവിളി ഒന്നും കേൾക്കുവാൻ തയ്യാറായിരുന്നില്ല. നിങ്ങളെ ഇരുട്ട് റൂമിൽ ഇട്ട് മാറ്റി എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ട് റൂമിലിട്ട് പൂട്ടി എന്നുള്ളതല്ല, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷത്തെയും പ്രകാശത്തെയും തല്ലിക്കെടുത്തി നിങ്ങളെ കണ്ണുനീരിൽ ആഴ്ത്തിയതായിട്ട് കാണുന്നുണ്ട്.
ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി ഇവിടെ കാണുന്നുണ്ട്. ചില കാർമികമായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് അവർ കടന്നു പോയതായി കാണുന്നുണ്ട്. ഓക്കെ, വീണ്ടും ടവറിൻ്റെ എനർജി. എന്താണോ നിങ്ങളിൽ ഉണ്ടായിരുന്നത്, നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നോ നിങ്ങളെ അവർ കൈപിടിച്ച് ഉയർത്തിയത്, അതിൽ നിന്നും വലിയ ദുരന്തത്തിലേക്ക് നിങ്ങളെ തള്ളിയിട്ടതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഒരുപാട് പ്രതീക്ഷകളും ഇപ്പം തകർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ പ്രതീക്ഷകളും സ്നേഹങ്ങളൊക്കെ കൊടുത്ത് അവരെ കൈപിടിച്ച് കൊണ്ടുവരുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ പ്രകാശമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ അവരെ അതിജീവിക്കുമായിരുന്നു. അങ്ങനെ കൈപിടിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനെ അതിജീവിച്ച് അവർ അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. അങ്ങനെ തകർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കൈത്താങ്ങായിട്ട് ഞാൻ കൂടെയുണ്ട് എന്നൊക്കെ വാക്കുകളൊക്കെ പറഞ്ഞ് ഒരുപാട് സപ്പോർട്ട് കൊടുത്ത് ലൈഫിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഉയരങ്ങളിലേക്ക് അവർ സ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങളെ സ്വപ്നത്തിലൂടെ കൊണ്ടുപോയതിന് ശേഷം വളരെ ഉയരങ്ങളിലെത്തിയതിന് ശേഷം നിങ്ങളെ തള്ളി വളരെ വേദനാജനകമായി പിറകിൽ നിന്ന് കുത്തിക്കൊണ്ട് തന്നെ ആദ്യം അനുഭവിച്ച വേദനയിൽ നിന്നും ഇരട്ടി വേദന നൽകിക്കൊണ്ട് നിങ്ങളെ തള്ളിയിട്ടതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നു. വളരെ ക്രൂരമായിട്ടുള്ള ഒരു എനർജി. മാനസികമായി നിങ്ങളെ ഡിപ്രഷനിലേക്കും മാനസിക രോഗങ്ങളിലേക്കും എല്ലാം തള്ളിവിടുന്ന രീതിയിലേക്ക് നിങ്ങളോട് പെരുമാറിയതായി കാണുന്നുണ്ട്. ഓക്കെ, പേജ് ഓഫ് ഇവിടെ 4 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. ഒറ്റപ്പെടുത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. സർവ്വതും അപഹരിച്ചുകൊണ്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങളെ അവർ അപഹരിച്ചതായി കാണുന്നു. എല്ലാവർക്കുമല്ല, ചില വ്യക്തികൾക്കെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അവർ നിങ്ങളിൽ നിന്ന് തട്ടിയെടുത്തതായിട്ട് കാണുന്നു. എന്നിട്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അവർക്ക് വേണ്ടി പല വ്യക്തികളെയും വിട്ടുകളഞ്ഞിട്ടുണ്ടായിരിക്കും. പല വ്യക്തികളുടെയും ദേഷ്യത്തിന് അല്ലെങ്കിൽ അവരുടെ പകയ്ക്ക് നിങ്ങൾ കാരണമായിട്ടുണ്ടായിരിക്കാം. അവർ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരെയോ ബന്ധുക്കളെയോ ഏറ്റവും പ്രിയപ്പെട്ടവരെ പോലും തള്ളിക്കളയേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, പേജ് ഓഫ് കപ്പ്. ഈ ഒരു റിലേഷൻഷിപ്പ് അത്ര നല്ലതായി മെച്യൂറായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് നിങ്ങൾക്ക് പിന്നീട് തോന്നിയിട്ടില്ല. അവർ നിങ്ങളെ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അവർ നിങ്ങളെ ആ ഒരു സ്നേഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളിൽ നിന്ന് വിട്ടുപോയിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ചില വ്യക്തികൾക്ക് മാത്രമായിരിക്കും ഇത് റെസനേറ്റ് ആകുന്നത്. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, ഇല്ലാത്തവർ വിട്ടുകളയുക. ഓക്കെ, നമുക്ക് നോക്കാം ഇപ്പോഴും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോഴും ഈ നിമിഷം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളോട് കാണിച്ചതിലൊക്കെ അവർക്ക് റിഗ്രറ്റ് ഉണ്ടോ? നിങ്ങളെ വേദനിപ്പിച്ചതിലും നിങ്ങളെ വീണ്ടും ഒരു പടുകുഴിയിലേക്ക് തള്ളിയിട്ടതിലൊക്കെ അവർക്ക് റിഗ്രറ്റ് ഉണ്ടോ എന്ന് നോക്കാം. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ പോലും വയ്യാതെ അവർ സ്വയം ബന്ധിച്ച് നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ കാണാൻ വരാൻ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും കാണാൻ വരാൻ പറ്റുന്നില്ല. എങ്ങനെ നിങ്ങളുടെ മുഖത്ത് നോക്കും? നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിലും അവർ ചെയ്യുന്നില്ല. കാരണം അവർ നിങ്ങളോട് ചെയ്തത് വളരെ വലിയ തെറ്റായി എന്ന് അവർക്ക് സ്വയം ഒരു മനസ്സിൽ ഒരു കുറ്റബോധം അവരെ അലട്ടുന്നതായി കാണുന്നുണ്ട്. നിങ്ങളെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയാണ്, എന്താണ്, നിങ്ങളെ നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളെ സോഷ്യൽ മീഡിയ വഴി നിങ്ങളെ ഫോളോ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകുന്നു, നിങ്ങളോടൊപ്പം ആരാണ്, നിങ്ങൾ ഹാപ്പിയാണോ, നിങ്ങളുടെ ഗ്രോത്ത് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ അന്വേഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, വീണ്ടും വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നവർ ആഗ്രഹിക്കുന്നു. വീണ്ടും റിലേഷൻഷിപ്പ് ഒന്നേന്നും പറഞ്ഞ് തുടങ്ങണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ അവർക്ക് ഭയമാണ് നിങ്ങൾ ഇഗ്നോർ ചെയ്യുമോ എന്ന്. ഇവിടെ കിങ്ങും അതുപോലെ തന്നെ ക്യൂനും വന്നിരിക്കുന്നു. ഇനി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് കാണിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളെ വേദനിപ്പിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഒരുപാട് ദുഷ്കർമ്മങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതെല്ലാം നിങ്ങൾ തിരിച്ച് അവർക്ക് കിട്ടുമോ, നിങ്ങൾ തിരിച്ച് പണി കൊടുക്കുമോ എന്നുള്ളൊരു ഭയം അവർക്ക് ഉള്ളതായി കാണുന്നുണ്ട്. ഓക്കെ, ഒരുപാട് സ്നേഹമാണ് നിങ്ങളെക്കുറിച്ച് എപ്പോഴും അവർ ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് സ്നേഹമാണ്. പക്ഷേ അവർക്ക് വരാൻ വയ്യാത്തവണ്ണം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കാരണം നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ അവരോട് ചോദിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ വീണ്ടും പ്രശ്നങ്ങളാവും. പിന്നും ഈ അനുഭവിച്ചതുപോലെയുള്ള മാനസിക ബുദ്ധിമുട്ട് അവരും അനുഭവിക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ അവർ സ്വയം ബന്ധിച്ച് നിൽക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് നിങ്ങളുടെ ചോദ്യങ്ങളെ ഭയപ്പെട്ടിട്ടാണ് അവർ നിങ്ങളിലേക്ക് കടന്നു വരാത്തത്. ഓക്കെ, അവരുടെ കുറ്റങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതെല്ലാം നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ വരാത്തത്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്
പ്രപഞ്ചം അനുവദിച്ചാൽ ഇനിയൊരു റീയൂണിയനും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് ഉണ്ടാകുമോ? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഉണ്ടാകുമോ? ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യാം. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്യണമോ? ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമോ അതോ ഈ റിലേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമോ എന്നുള്ള ചോദ്യവും കൂടി ഉണ്ട്. ഓക്കെ, റീയൂണിയൻ ഉണ്ടാകുമോ, ഈ റിലേഷൻഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണമോ എന്നുള്ള ചോദ്യമാണ്. ഫസ്റ്റ് സെക്കൻഡ് ഒരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഈ റിലേഷനുമായി ബന്ധപ്പെട്ട്. ഓക്കെ, റീയൂണിയൻ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് ദ എംപററിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. റീയൂണിയൻ ഉണ്ടായിരുന്നാൽ തന്നെയും നിങ്ങളുടെ ഇമോഷണലായിട്ട് നിങ്ങൾക്കും അങ്ങോട്ട് പൊരുത്തപ്പെട്ട് പോകുവാൻ സാധിക്കില്ല. കാരണം വാക്ക് തർക്കങ്ങൾക്കുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒന്ന് കണക്ഷനിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അത് കുറച്ച് വാക്ക് തർക്കങ്ങൾക്ക് ഇടവരുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചോദിക്കും, നിങ്ങളോട് കാണിച്ചതായിട്ടുള്ള അനീതി നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാർഡിൽ റീയൂണിയൻ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അത് വാക്ക് തർക്കത്തിലേക്ക് ചെല്ലുന്നതായി കാണുന്നു. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തത് 6 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. റീയൂണിയൻ ഉണ്ട്. നിങ്ങളിൽ നിന്ന് എന്താണോ അവർ സ്വീകരിച്ചത് അത് തിരികെ തരാൻ അവർ ആഗ്രഹിക്കുന്നു. സ്നേഹമാണെങ്കിൽ സ്നേഹം, സമയമാണെങ്കിൽ സമയം, സാമ്പത്തികമായിട്ട് എന്തെങ്കിലും അവർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതും തിരികെ തരാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാർഡ്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ തുടർന്ന് പോകണമോ അതോ മൂവ് ഓൺ ചെയ്യണമോ എന്നുള്ള ചോദ്യത്തിന് പ്രപഞ്ചം നൽകുന്ന മറുപടി എന്താണ്? ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ ഇവിടെ ഫസ്റ്റ് കാർഡ് പറയുന്നുണ്ട്. നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും വഴക്കും പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെൻറ്റും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും എന്ന് പ്രപഞ്ചം പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യണമോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പ്രപഞ്ചം പറയുന്നത് ഇതാണ്, ആർഗ്യുമെൻറ്റിലൂടെ മുന്നോട്ട് പോകേണ്ടി വരും. നമ്മുടെ നല്ലൊരു ലൈഫ് നമ്മൾ ചുമ്മാ കരഞ്ഞു തീർക്കാനുള്ളതായിരിക്കരുത്. കരയുക, നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെല്ലേണ്ട സ്ഥലത്തല്ല ചെന്നത്, നമ്മൾ ഇഷ്ടപ്പെടേണ്ട വ്യക്തികളിലേക്കല്ല നമ്മൾ ചെന്ന് ചേർന്നിരിക്കുന്നത്. ഇപ്പം എണ്ണ ഒഴുകി വെള്ളത്തിൽ ചെന്ന് ചേർന്നപ്പോഴാണ് മനസ്സിലായത് എനിക്കുള്ള ഒരു വ്യക്തിയല്ല ഇതെന്നുള്ള കാര്യം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പിരിയേണ്ടി വന്നു കഴിഞ്ഞാൽ പിരിഞ്ഞ് മാറുക തന്നെ ചെയ്യണം. കാരണം ജീവിതകാലം മുഴുവനും ഒന്നു ചേരാൻ കഴിയാതെ ഒരു സ്ഥലത്ത് നിൽക്കുന്നതിൽ രണ്ടുപേരും എവിടെയായിരുന്നാലും അവർ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ പിരിഞ്ഞു പോകുന്നതായിരിക്കും നല്ലത്. അപ്പം തീരുമാനമെടുക്കുക, ആർഗ്യുമെൻറ്റോടുകൂടി മുന്നോട്ട് പോകണമോ സന്തോഷത്തോടു കൂടി നിൽക്കണമോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങൾക്ക് റീയൂണിയൻ എന്തായാലും ഉണ്ടാകും. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് റീയൂണിയൻ ഉണ്ടാകുമോ എന്നുള്ളതിൽ തീർച്ചയായിട്ടും ദ ഹെർമിറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. പ്രപഞ്ചം നിങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങൾ സോൾ കണക്ഷൻ, സ്പിരിച്വൽ കണക്ഷൻ ഉള്ള വ്യക്തികളാണ്. പ്രപഞ്ചമായിട്ട് തന്നെയാണ് നിങ്ങളെ ഒന്നാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിലേക്ക് അവർ വരും. പക്ഷേ അതിന് സമയമെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവരെ ഒന്ന് നല്ല രീതിയിൽ പഠിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഇത് ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ഗിഫ്റ്റാണ് എന്ന് പ്രപഞ്ചം അവരെ നല്ല രീതിയിൽ ചില കാർമിക വ്യക്തികളുടെ ഇടയിലിട്ട് നല്ല എണ്ണ ഒക്കെ പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളിലേക്ക് തിരികെ തരികയുള്ളൂ. കാരണം നിങ്ങളുടെ വാല്യൂ എന്തെന്ന് അവരറിയണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അതുവരെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ഗോള്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഈ കാര്യം വിട്ടു നിൽക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. കാരണം അവർ പഠന മുറിയിലേക്ക് കയറിയിരിക്കുകയാണ്. പ്രപഞ്ചം ഒന്ന് പഠിപ്പിച്ച് പരീക്ഷ എഴുതിയതിന് ശേഷമേ പുറത്ത് വിടുകയുള്ളൂ. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നിവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുതേ. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. റീക്കി ഹീലിംഗ് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും അഫർമേഷൻ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നേരെ പോകുന്നില്ല, നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യുവാൻ സാധിക്കുന്നില്ല, സാമ്പത്തികമായി ഒന്നും തന്നെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിരന്തരമായി 1 by 1 ആയിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് നിങ്ങളിലുള്ള നെഗറ്റിവിറ്റീസിനെ പൂർണ്ണമായും റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നിങ്ങളെ ഒരുപാട് സഹായിക്കും റീക്കി ഹീലിംഗ്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റീക്കി ക്ലാസ്സസും ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.